ഈ വീഡിയോയിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ലിവറേജ് റേഷ്യോയുടെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, ലിവറേജ് റേഷ്യോ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ജസ്റ്റ് ടു അസസ് ദി ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻസ്. അതായത് ലോങ് ടേം ലയബിലിറ്റീസ് അവരെ കൊണ്ട് പേ ഓഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന റേഷ്യോസാണ് ലിവറേജ് റേഷ്യോസ്. അപ്പോൾ കുറേ ലിവറേജ് റേഷ്യോസ് നമ്മൾ കണ്ടായിരുന്നു. മെയിൻലി ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലിവറേജ് റേഷ്യോസിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ബാലൻസ് ഷീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവറേജ് റേഷ്യോ കൂടുതലും നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് വെച്ചുകൊണ്ടാണെന്ന്. ഓക്കെ, സോ ദി ക്വസ്റ്റ്യൻ ഇസ് കുറച്ച് ഉള്ള ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. അസറ്റ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ലയബിലിറ്റീസും ഉണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. അസറ്റ്സ് തന്നിരിക്കുന്നത് ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്, സ്റ്റോക്ക്, ദെൻ ഡെറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആൻഡ് ക്യാഷ് ബാലൻസ് ഇസ് ഗിവൻ. ദെൻ ലയബിലിറ്റീസ് side contains equity share capital, preference share capital, reserves and surplus. Then debenture is there, creditor, bank overdraft and outstanding expenses are given. അപ്പോൾ നമുക്ക് ആദ്യം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ചെക്ക് ചെയ്യാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തും നമ്മളുടെ റിലേഷൻഷിപ്പാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഡെറ്റ് മീൻസ് ഔട്ട്സൈഡേഴ്സ് ഫണ്ടിനെയാണ് നമ്മൾ ഡെറ്റ് എന്ന് പറയുന്നത്. അതായത് തേർഡ് പാർട്ടീസിന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഡെറ്റ് എന്ന് പറയുന്നത്. സോ ഔട്ട്സൈഡേഴ്സ് ഫണ്ടും എന്തും നമ്മുടെ റിലേഷൻഷിപ്പാണ് ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ഓണേഴ്സ് ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ന്യൂമറേറ്ററിൽ ഏതൊക്കെ ഐറ്റംസ് വരും, ഡിനോമിനേറ്ററിൽ ഏതൊക്കെ ഐറ്റംസ് വരും നോക്കാം. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഡെറ്റ്. എന്തൊക്കെ ഡെറ്റ് ഉണ്ട്, ആർക്ക് എന്ത് കൊടുക്കാനുണ്ടെങ്കിലും, വെദർ ഇറ്റ് ഈസ് ലോങ് ടേം ഓർ ഷോർട്ട് ടേം, ആർക്ക് എന്ത് കൊടുക്കാനുണ്ടെങ്കിലും ഇറ്റ്സ് എ ഡെറ്റ്. അപ്പോൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കേ. ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളത് എപ്പോഴും ലയബിലിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് ലയബിലിറ്റി സൈഡ് ചെക്ക് ചെയ്താൽ മതിയാവും. ലയബിലിറ്റി സൈഡിൽ ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും എല്ലാം ഓണേഴ്സ് ക്യാപിറ്റലാണ്. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതൊരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി ആയിട്ട് എടുക്കുകയുള്ളൂ. ബാക്കി എല്ലാ കേസസിലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വിൽ ബി കൺസിഡേർഡ് ആസ് ഓണേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെയും അത് ഓണേഴ്സ് ക്യാപിറ്റലാണ്. അപ്പോൾ ആദ്യത്തെ മൂന്നും നമുക്ക് ഡെറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത് നോക്കി, ഡിബെഞ്ചേഴ്സ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി അല്ലയോ. ക്രെഡിറ്റേഴ്സ് ഔട്ട്സൈഡറിന് കൊടുക്കേണ്ടതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഔട്ട്സൈഡറിന്, അത് ബാങ്കിന് പേ ചെയ്യാനുള്ളതാണ്, പേ ബാക്ക് ചെയ്യാനുള്ളതാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് മറ്റാർക്കോ കൊടുക്കാനുള്ളതാണ് നമ്മൾ. അപ്പോൾ ഇത് ഇത്രയാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്, അതായത് ഡെറ്റ്. അപ്പോൾ ഡെറ്റ് കംപ്രൈസസ് ഓഫ് debentures worth 2,20,000, creditors worth 40,000, then bank overdraft worth 50,000 and outstanding expenses worth 10,000. അപ്പോൾ അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ദെൻ വി ക്യാൻ റൈറ്റ് ദ ഡിനോമിനേറ്റർ എന്താണ്? ഇക്വിറ്റി മീൻസ് ഓണേഴ്സ് ക്യാപിറ്റൽ. ഇവിടെ എന്തൊക്കെ വരും? ഓണേഴ്സ് ക്യാപിറ്റൽ വിൽ ഓൾസോ കംസ് ഫ്രം ദി ലയബിലിറ്റി സൈഡ്. അപ്പോൾ അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും. അതാണ് ഡിനോമിനേറ്റർ. സോ ദാറ്റ് ഈസ് ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 3,20,000 ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ഫണ്ട് ഡിവൈഡഡ് ബൈ, ഞാൻ ഇവിടെ സ്ലാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി കംപ്രൈസസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആൻഡ് സർപ്ലസ്. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതുക. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 0.84 എന്നാണ് കിട്ടിയത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ എന്തിലോട്ടാക്കാം? പെർസെൻറ്റേജിലോട്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? It should be multiplied with 100. 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എത്ര കിട്ടും? 84%. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പെർസെൻറ്റേജിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 100% into 100, not 100%, 100. Then you will get 84%. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 84%. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെ 80%ഓളം എന്തുണ്ട്? ഡെറ്റ് ഉണ്ട്. അതൊരു നല്ല പൊസിഷൻ അല്ല. കാരണം നമ്മൾ ഡെറ്റ് പരമാവധി കുറയ്ക്കുക. ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള പ്രപ്പോർഷൻ പരമാവധി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡെറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ റിസ്ക് കൂടും. ഇവിടെ 84%ഓളം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ അനലൈസ് ചെയ്ത് ഇനി അടുത്ത് എന്താണ്? പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടു ടോട്ടൽ അസറ്റ്. അതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. So the formula is shareholders fund divided by total assets. ഓക്കെ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റൽ, ആ ഒരു
കോൺസെപ്റ്റിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ടോട്ടൽ അസറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ടോട്ടൽ അസറ്റ്സ് എന്ന്. അസറ്റ് സൈഡ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്നതാണ് ടോട്ടൽ അസറ്റ്സ്. അവിടെ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ടോട്ടൽ അസറ്റ്സിനകത്ത്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് ഏതൊക്കെ വരും? നമ്മുടെ ന്യൂമറേറ്റർ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കംപ്രൈസസ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂമറേറ്റർ പാർട്ട് കിട്ടി. ദാറ്റ് ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ടോട്ടൽ അസറ്റ്സ് സൈഡ് എത്രയുണ്ട്? 7 lakh ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ എന്തിനെ മാറ്റിക്കളയുന്നതാണ് നല്ലത്? യു ഷുഡ് റിമൂവ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഫ്രം ദാറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസിനെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട നമ്മളിത് പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം. So the denominator will be only 6,96,000. അതായത് 7 lakh ആയിരുന്നു ടോട്ടൽ അസറ്റ്സ്. അതിൽ നിന്ന് നമ്മൾ എന്തിനെ മാറ്റി? പ്രീപെയ്ഡ് എക്സ്പെൻസിനെ. അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 0.54. അപ്പോൾ 0.54 എന്ന് എഴുതുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം എന്താ? ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൽ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0.54 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജിൽ കിട്ടും. ദാറ്റ് വിൽ ബി 54%. അതിൻ്റെ മീനിങ് എന്താ? 54% എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ് ഇവിടെ ഇപ്പോൾ എത്ര? 6,96,000. ഇത് കൂടുതലും ഫിനാൻസ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ 54%. അതായത് നമ്മുടെ കയ്യിൽ ടോട്ടൽ അസറ്റ്സ് 96,000 ഉണ്ട്. അതിൽ 54% എന്തുകൊണ്ടാണ് ഫിനാൻസ് ചെയ്തിരിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ടാണ്. മൊത്തമില്ല, കാരണം ടോട്ടൽ അസറ്റ് 6,96,000 ഉണ്ട്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയേ ഉള്ളൂ? 3,80,000. അതായത് 54% ഉള്ളൂ. അതായത് നമ്മുടെ ടോട്ടൽ അസറ്റ്സിന് 54% എന്ത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ഈ 54% ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ടോട്ടൽ അസറ്റ്സിൽ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. അപ്പോൾ ഇത് ഹൈ റേഷ്യോ ആവുന്നതാണ് നല്ലത്. കാരണം മിക്കവാറും നമ്മുടെ ടോട്ടൽ അസറ്റ്സ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഔട്ട്സൈഡേഴ്സിൻ്റെ കിട്ടിയ ഫണ്ട് കടം എടുത്ത് അസറ്റ് അക്യൂർ ചെയ്യുന്നതിനെക്കാട്ടി എപ്പോഴും നല്ലതെന്നാൽ നമ്മുടെ സ്വന്തം ഓൺ ക്യാപിറ്റൽ കൊണ്ട് അസറ്റ് അക്യൂർ ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും പ്രൊപ്രൈറ്ററി റേഷ്യോ ഹൈ ആയിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ. ഒരെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലുള്ള ഫിക്സ്ഡ് അസറ്റും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റ് ഏതൊക്കെയുണ്ട്? ഇപ്പോൾ ബാലൻസ് ഷീറ്റിലുള്ളത് ഫൈനൽ ഫിഗറാണ്. ഡിപ്രിസിയേഷൻ എല്ലാം കഴിച്ച് കഴിഞ്ഞുള്ള ഫിഗറാണ് ബാലൻസ് ഷീറ്റിൽ ഔട്ടർ കോളത്തിൽ എപ്പോഴും തരുന്നത്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് എല്ലാം കൂടെ എത്ര വരുന്നുണ്ട്? അത് ഒരു ഇതായിട്ട് തന്നിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഇസ് 5 lakh rupees. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? 5 lakh ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഏതൊക്കെ വരും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഏതൊക്കെയുണ്ട്? 2 lakh ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നീട് 50,000 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പിന്നീട് 1,30,000 റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ട്. സോ ദി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് 3,20,000, 3,80,000. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 1.31 കിട്ടി. ഇതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതും നമുക്ക് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് ഫിഗർ വിത്ത് 100. ദെൻ വി വിൽ ഗെറ്റ് 131%. 131% എന്ന് കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് 5 lakh ആണ്. ഓക്കെ, ഔട്ട് ഓഫ് ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3,80,000. അപ്പോൾ അതായത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് 5 ലക്ഷം രൂപയുടെ ഉണ്ട്. പിന്നീട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3,80,000 ആണ്. അതായത് 131% ആണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? 100% വരുന്നതാണ് നല്ലത്. കാരണം ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാരണം 100% വന്ന മീനിങ് എന്താണ്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മാത്രമേ നമ്മൾ ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് മീനിങ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 3,80,000 ഉള്ളൂ. പക്ഷേ നമ്മുടെ അസറ്റ് എത്ര ഉണ്ട്? അതിൽ കൂടുതലുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 100% എബോവ് ആയില്ലേ? 131% ആയി. അതായത് 31% നമ്മൾ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഉപയോഗിച്ചാണ് ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ ഷുഡ് ബി 100%. അതായത് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന എപ്പോഴും ഏത് ഉപയോഗിച്ചായിരിക്കണം? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മാനേജ്മെൻറ്റ് ഓരോ ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ ഇവിടെ നോക്കുമ്പോൾ കൂടി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കാൻ ശ്രമിക്കണം. കാരണം കൂടുന്നത് കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കും. സോ ദേ നീഡ് ടു കൺട്രോൾ ദാറ്റ്. പിന്നീട് പ്രൊപ്രൈറ്ററി റേഷ്യോ ചെക്ക് ചെയ്യുമ്പം എന്ത് മനസ്സിലായി? പ്രൊപ്രൈറ്ററി റേഷ്യോ കെയിം ടു 54%. ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ സെക്യൂർഡ് പൊസിഷൻ ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനൊക്കെ നോക്കാം, ഇവർ കൂടുതൽ എമൗണ്ട് ബോറോ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കും. ഇവരുടെ പൈസ കൊണ്ട് തന്നെയാണ് അസറ്റ്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുമ്പോഴത്തേക്കും ഡെറ്റ് കൂടുതലാണോ അതോ കുറവാണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. This information will be useful both to the internal users and external users. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു പ്രോബ്ലം കൂടെ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം.